ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പുരുഷന്മാരിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. അപ്പോൾ ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ബോയ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു കരുതലും ആ ഒരു സ്നേഹവും തന്നെയാണ് അല്ലേ. എന്നാൽ ഇന്നത്തെ തിരക്കേറിയൊരു ജീവിതത്തിൽ ഇതൊന്നും ആർക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാൻ ഒന്നും സമയം കിട്ടുന്നില്ല. എല്ലാവരും അവരവരുടേതായിട്ടുള്ള വർക്കിലും കാര്യത്തിലൊക്കെ ഇൻവോൾവ് ആയിട്ട് നടക്കുകയാണ്. എന്നാൽ നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഗേൾസിന് ബോയ്സിൽ നിന്നും വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡെയിലി നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ നടന്ന കാര്യങ്ങൾ, അവിടെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടുക, അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറായിട്ട് ഷെയർ ചെയ്യുകയെങ്കിൽ അവർക്കത് ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ചെറിയ സർപ്രൈസും ഗിഫ്റ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒന്നും കൊടുക്കണമെന്നില്ല. ചെറിയൊരു മിഠായി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങി കൊടുത്താലും അവർ ഹാപ്പി ആയിരിക്കും. അങ്ങനെ ചെറിയ ഗിഫ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ വർക്കിന് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വലിയ ഐഡിയാസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് അവരോടൊന്ന് സൂചിപ്പിക്കുക. എനിക്കിങ്ങനെ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട്, നിനക്ക് ഇതിൽ എന്തെങ്കിലും സജഷൻസ് ആഡ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് ഹാപ്പിനെസ് നൽകുന്ന ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ അവരൊന്ന് ഔട്ടിങ്ങിനൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകുക. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വല്ലപ്പോഴും പുറത്തു നിന്നുള്ള ഫുഡുകളൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് അവരോട് ചോദിക്കണം, നിനക്ക് എന്തെങ്കിലും ഫുഡ് വേണോ, നിനക്ക് അത് കഴിക്കാൻ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും നിനക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് അവർക്ക് ആ ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരിക്കും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഒരു ദിവസം വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾക്ക് കിച്ചണിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു കൊടുക്കാനോ അങ്ങനെയൊക്കെ ചെറിയ ഹെൽപ്പിനൊക്കെ അവരുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ അത് അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒന്നാണ്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നും തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. എന്നും നിങ്ങൾ ജോലിക്കൊക്കെ പോയിട്ട് വന്നിട്ട് അവരുടെ മുഖമൊക്കെ ഒന്ന് വാടിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറ എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് ഒരുപാട് സന്തോഷം അവരുടെ മനസ്സിന് നൽകുന്ന ഒന്നാണ്. ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ജോലിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നു കഴിയുമ്പം എന്നും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതിന് ഒപ്പം തന്നെ അല്ലാത്ത നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും കുറേ സമയം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊന്ന് മനസ്സിലാക്കുക. എങ്കിൽ തന്നെ അവർക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഈ വക കാര്യങ്ങളൊക്കെ എല്ലാ ഗേൾസും ബോയ്സിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്നാൽ അവരുടെ ചെറിയ ഈഗോയും പിണക്കങ്ങളും ഒക്കെ കാരണം അവർ നിങ്ങളോട് അത് ഓപ്പണായിട്ട് പറയുന്നില്ല എന്നതായിരിക്കും സത്യം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും സപ്പോർട്ടും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.